ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വെബ്സൈറ്റ് ക്ലോൺ ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. അപ്പോൾ ടെസ്ല ഇലക്ട്രിക് കാർസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നമ്മൾ ക്ലോൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ അതിന്റെ ഏറെക്കുറെയുള്ള പോർഷൻസ് നമ്മൾ ചെയ്തു. അതിന്റെ സ്റ്റൈലും ചെയ്ത അത്രയും പോർഷൻസ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്ത ഇതിൽ തന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് ഈ ഒരു ബട്ടൺസ്, ഈ രണ്ട് ബട്ടൺസ് കുറച്ചുകൂടി ടോപ്പിലേക്ക് വരണം. അതേപോലെ ഈ ബട്ടൺ എല്ലാ സെക്ഷനിലും കോമൺ ബട്ടൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്റ്റൈലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോ അതിനായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺസിന് ഒരു കുറച്ച് മാർജിൻ ടോപ്പ് കൊടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കാം. ഹെഡർ കണ്ടെയ്നറിൽ ബട്ടൺസ് ആണ്, സോറി ക്ലാസ് ആണ്. സോ ഡോട്ട് ബട്ടൺസ്, മാർജിൻ ടോപ്പ് ഒരു 45 VH കൊടുക്കാം. അതിനു മുൻപ് നമ്മൾ ഈ ഒരു ബട്ടൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനെ ഹെഡർ കണ്ടെയ്നറിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ആ ഒരു ബട്ടൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹെഡർ കണ്ടെയ്നറിന് ഉള്ളിലാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് മാറി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബട്ടൺസ്. നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കണ്ടെയ്നറിൽ വരുന്ന കണ്ടന്റ് നമുക്ക് അത്ര വിസിബിൾ അല്ല. അതിന്റെ വിസിബിലിറ്റി ഒന്ന് ശരിയാക്കണം. അതിനായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്ലാസ് കൊടുത്തിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ്. അപ്പൊ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ വിളിച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അത് വിസിബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ്, ഇതിന്റെ പൊസിഷൻ നമുക്ക് അബ്സല്യൂട്ട് ആക്കി വെക്കാം. അതേപോലെ തന്നെ റിസൾട്ട് ഇൻഡെക്സ് -1 ആക്കുന്നുണ്ട്. വിഡ്ത്ത് 100% കൊടുക്കാം. ഹൈറ്റ് 100 VH കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടൺസും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹെഡർ കണ്ടെയ്നറിനുള്ളിൽ വന്ന കണ്ടന്റ് നമുക്ക് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടന്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. ദെൻ നമുക്ക് ഇതിന്റെ ബാക്കി സെക്ഷൻസ് നോക്കാം. നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ അത് വന്നിട്ട് ഇതിന്റെ ബാക്കി സെക്ഷൻസിൽ അടുത്തൊരു മോഡലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സെയിം സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് മോഡൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. മോഡൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അപ്പം അതിന്റെ ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ് വേണ്ട. ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ആ ഒരു ഇമേജിന്റെ നെയിമും കൂടി നമുക്ക് മാറിക്കൊടുക്കാം. മോഡൽസ് .jpg ആണ്. ഇതേപോലെ തന്നെ എക്സ്പ്ലോർ ഇൻവെന്ററി, നമ്മുടെ ബട്ടന്റെ നെയിം ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഡെമോ ഡ്രൈവ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പിയില് എക്സ്പ്ലോർ ഇൻവെന്ററി എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്.
നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. സോറി, നമ്മുടെ ആ ഒരു മോഡൽ 3 കണ്ടെയ്നറിന്റെ സ്റ്റൈലും കാര്യങ്ങളും, അതേപോലെ ഹെഡർ കണ്ടെയ്നറിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് എന്തായാലും വേണ്ടത്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അടുത്ത ഒരു സെക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മോഡൽ എസ്. ഇതേപോലെ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് മോഡൽ എക്സ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം സെക്ഷൻ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. മോഡൽ എക്സ് ആണ് വരിക. നമുക്ക് ഇമേജിന്റെ നെയിം കൂടി മാറ്റി കൊടുക്കണം. ഇതിന് ശേഷം നമുക്ക് വരുന്നത് സോളാർ പാനലാണ്. നമ്മുടെ ഇമേജിന്റെ നെയിം എന്ന് പറയുന്നത് എസ് പാനൽ എന്നാണ്. സോളാർ പാനൽസ്. അതേപോലെ തന്നെ നമുക്കിവിടെ ലേൺ മോർ, അതേപോലെ തന്നെ ഓർഡർ, ഇങ്ങനെ രണ്ട് ബട്ടൺസ് ആണ് നമുക്ക് സോളാർ പാനലിൽ കൊടുക്കാനുള്ളത്. ഫ്ലോർ ഇൻവെന്ററിക്ക് പകരം പ്രൊഡ്യൂസ് ക്ലീൻ എനർജി എന്നാണ്. കറക്റ്റ് ആയിട്ട് അതും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സെയിം ഇത് തന്നെയാണ് സോളാർ റൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത്. അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഇമേജിന്റെ നെയിം ഒന്ന് മാറ്റി കൊടുക്കണം. എസ് റൂഫ്. സോളാർ റൂഫ് എന്നാണ്. ഇതാണ് ആ ഒരു സെക്ഷൻ വന്നിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വന്നിട്ട് പവർ വാൾ ആണ്. പവർ വാൾ. നമുക്ക് ഇമേജ് നെയിം മാറ്റി കൊടുക്കാം. പി വാൾ എന്നാണ്. അതേപോലെ അതിന്റെ അടുത്ത സെക്ഷൻ വന്നിട്ട് ആക്സസറീസ് ആണ്. നമുക്ക് ഈ ആക്സസറീസിന്റെ സെക്ഷൻ തന്നെയാണ് നമ്മുടെ ഫൂട്ടറും വരുന്നത്. സോ നമുക്ക് അതിനെ ഒന്ന് അതൊന്ന് ഇതാക്കി കൊടുക്കണം. സോ ഇവിടെ നമുക്ക് ഷോപ്പാണ് വരേണ്ടത്. ഇതിന്റെ ഇമേജിന്റെ നെയിമിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ഇമേജിന്റെ നെയിം ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ഫൂട്ടർ ഇതിൽ തന്നെ ആണ് വരേണ്ടത്. അതിന് മുമ്പേ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പവർ വാൾ, ആക്സസറീസ്. ഇങ്ങനെ നമുക്കെല്ലാം നമ്മുടെ ആ ഒരു സെക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ആക്സസറീസിന്റെ സെക്ഷനിൽ തന്നെ നമുക്ക് ഫൂട്ടർ കൂടി വരേണ്ടതുണ്ട്. കൂടി ഏറെക്കുറെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫൂട്ടർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ആക്സസറീസിന്റെ സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അതിന്റെ കോഡ് വരുന്നത്. നമുക്ക് അതുകൂടെ അത് വന്നിട്ട് അതിനായിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നറിന്റെ നെയിം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് അതിന് പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതിന്റെ കണ്ടെയ്നറിന്റെ നെയിം ACCR കണ്ടെയ്നറിന് കൊടുക്കുന്നു. ഇതിനൊരു സെപ്പറേറ്റ് കണ്ടെയ്നർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന്
സ്റ്റൈലൂടെ ചെയ്ത് കൊടുക്കാം. സെയിം സ്റ്റൈൽ തന്നെ മതി, പക്ഷെ പൊസിഷൻ വരുന്നുണ്ടായതുകൊണ്ടാണ് നമുക്കില്ലെങ്കിൽ എല്ലാത്തിലും എല്ലാ കണ്ടെയ്നേഴ്സിലെ അതിന് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സൈസ് ഫസ്റ്റ് കൊടുക്കാം, കവർ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സെന്റർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് 100 ph കൊടുക്കും. ഹൈറ്റ് 100 ph കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫൂട്ടറിന്റെ HTML കോഡ് കൊടുക്കാം. അത് വന്നിട്ട് നമ്മുടെ ഇതിനുള്ളിൽ തന്നെയാണ് വരേണ്ടത്. സോ ബട്ടൺസിന്റെ ഡിബ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫൂട്ടർ ടാഗ് ഓപ്പൺ ചെയ്യാം. ഫൂട്ടർ, ഇതിനൊരു ക്ലാസ് കൊടുക്കാം. ഫൂട്ടർ എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കാം. UL കൊടുക്കുന്നത്. LIല് hrefൽ നമുക്ക് ടെസ്ല 23 അതേപോലെ നമുക്ക് കുറച്ചുണ്ട്. അപ്പം അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ആ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈവസി ആൻഡ് ലീഗൽ, അടുത്തത് വെഹിക്കിൾ റെക്കോർഡ്സ്, അടുത്തത് കോണ്ടാക്ട്, നെക്സ്റ്റ് ന്യൂസ്, get updates, and one more ലൊക്കേഷൻ. ഇത്രയാണ് നമുക്ക് ഫൂട്ടറിൽ വരുന്നത്. ഇനി ഇതിനെ ഒന്ന് സ്റ്റൈൽ കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഏറെക്കുറെ കംപ്ലീറ്റ് ആവും. നമുക്കിതിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫൂട്ടർ ക്ലാസ്സിനെ വിളിക്കാം. ബോട്ടം 0 കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതായിട്ട് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഡോട്ട് ഫൂട്ടർ UL, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു 80% കൊടുക്കാം. മാർജിൻ to REM ഓട്ടോ കൊടുക്കാം. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ഈവൻലി കൊടുക്കാം. ഫ്ലെക്സ് ക്ലാപ്പ് ഒന്ന് കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം.
ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഒക്കെ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ലൈനെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഫൂട്ടർ ULLI. പിന്നെ മാർജിൻ നമുക്ക് 0.1 REM കൊടുക്കാം. മാർജിൻ ടോപ്പ് കൊടുക്കണം 1 REM. ഫോണ്ട് വെയിറ്റ് കൊടുക്കാം, ഒരു 600 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഇതുകൂടി ആ ഒരു എയിലാണ് അത് കിടക്കുന്നത്. അപ്പൊ ആ ഒരു എ ടാഗിന്റെയും കൂടെ ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒക്കെ കളയണം. LIA. ഉള്ളില് നമുക്ക് ഇതിന്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കാം. ഇതിന്റെ ഫോണ്ട് സൈസ് 0.75 REM ആക്കാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ ഞാൻ കൊടുക്കാം. അപ്പോ ആണ് നമ്മൾ ആ ചെയ്ത ഒഫീഷ്യൽ സൈറ്റ്, ടെസ്ലയുടെ ഒഫീഷ്യൽ സൈറ്റ് ക്ലോൺ ചെയ്തതാണ്. അപ്പം നമ്മുടെ ആ ഒരു സൈറ്റ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ നാവ് ബാറും പിന്നെ അതിന് ശേഷം ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കുറച്ച് ഇമേജസ് വരുന്ന ഒരു കുറച്ച് സെക്ഷൻസും ചെറിയൊരു ഫൂട്ടറും, ഇത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ HTML-ഉം CSS-ഉം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുള്ളത്. ടെസ്ലയുടെ ഒഫീഷ്യൽ സൈറ്റിന്റെ ക്ലോൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സ്റ്റെപ്സിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ ക്ലോൺ ഒക്കെ കുറെ അധികം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഫ്രണ്ട് എൻഡ് ഐഡിയാസ് ഒരു കോഡിങ് ഐഡിയാസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പാർട്ടും കറക്റ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് കാണുന്നത് മാത്രം പോരാ, എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ടൈം എടുത്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. സോ എല്ലാവരും വീഡിയോ കാണുക. ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കായിട്ട് വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.